എവിടെ പോയി? ഉണ്ടാക്കി കഴിഞ്ഞില്ലയോ? എനിക്ക് വെട്ടക്കണ്ണു. അമ്മേ അമ്മേ വെട്ടക്കണ്ണു, അമ്മ പാത്രം ഉണ്ടാക്കി തരുവോ? ഹായ് ഹായ്. അവിടെ പോ, നമ്മളെ പാത്രം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഞങ്ങള് പാസ്ത ഉണ്ടാക്കാൻ പോവാ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ മിക്കവാറും എന്നോട് പറയാറുണ്ട്, എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു റെസിപ്പി നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിൽ പോയ സമയത്ത് പാസ്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബട്ടർ, പിന്നെ ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം കുറച്ച് പാത്രത്തിൽ പാസ്ത വേവാൻ ആവശ്യമുള്ള വെള്ളം വെക്കുക. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതിൽ കുറച്ച് എണ്ണയും ഉപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെ പാസ്തയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. പാസ്ത ഒരുപാട് വെന്ത് പോവാതെ നോക്കണം. നമ്മളൊരു നമ്മളൊരു പാത്രത്തിൽ ഇട്ട് നോക്കുമ്പോൾ അത് കട്ടാവുന്നുണ്ട് എങ്കിൽ അത് കറക്റ്റ് വെന്ത പരുവമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വേവിക്കേണ്ട, ആ ഒരു പരുവത്തിൽ വെന്ത് എടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ഒന്ന് ഇളകി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പാസ്ത വെന്ത് കഴിഞ്ഞു. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പാസ്ത വേവാൻ കിട്ടിയ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ കുറച്ച് ക്യാരറ്റും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാട്ടോ. നല്ല ആ ബട്ടറും വെളുത്തുള്ളിയും കൂടെ ആകുമ്പോഴത്തേന് തന്നെ നല്ലൊരു മണം വരും അവിടെ. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് സോർട്ടായിട്ട് വരുമ്പോഴത്തേന് കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുക. അത് പച്ച മണം മാറാനും പാടില്ല, എന്നാൽ അത് ഒരുപാടങ്ങ് വേവാനും പാടില്ല. ആ ഒരു രീതിയിൽ ഒരു മീഡിയം പരുവത്തിലാട്ടോ എടുക്കേണ്ടത്. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല, കുഞ്ഞിനോട് കൊടുക്കാനുണ്ടായതുകൊണ്ട് കുരുമുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ ഉപ്പും പഞ്ചസാരയും മാത്രമേ ഞാൻ അധികത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അത് മാറ്റിയതിന് ശേഷം ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേന് കുറച്ച് മൈദ, അത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പം കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു മൈദയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം വൈറ്റ് സോസ് പാസ്തയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സംഭവമാണ് ബട്ടർ, മൈദ, പാൽ, കുരുമുളക് പൊടി. അപ്പം ഞാനിവിടെ കുരുമുളക് ചേർക്കുന്നില്ല. അപ്പം ഇത് ഇത്രയും വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. അങ്ങനെ അത് നന്നായിട്ട് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട കെട്ടാതെ ഇളക്കി എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് പാലൊഴിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് കുറുകി വരും. നമ്മളുണ്ടാക്കിയ വൈറ്റ് സോസിൽ ഉപ്പ് പരുവാണോ എന്നുള്ള കാര്യം നോക്കുക. നോക്കിയതിന് ശേഷം പരുവാണ് എങ്കിൽ അത് നമ്മുടെ പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു വേവിച്ച് വെച്ച വെജിറ്റബിളും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പിന്നീട് എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഉണ്ടായിരുന്നു. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ചീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാട്ടോ ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ ഇത്രയുമായിട്ട് മാത്രമായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പാസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. സബ്സ്ക്രൈബ് അശ്വരേ, പാസ്ത എങ്ങനെയുണ്ട്? എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.